പ്രിയങ്കരനായ അധ്യക്ഷൻ സുഹൃത്ത് ശ്രീ PS പാലത്തെ സ്വാഗതം ആശംസിച്ച ശ്രീമതി JS സംസ്ഥയിലെ ബഹുമാന്യ അതികളെ സംബന്ധിക്കുക യഥാർത്ഥത്തിൽ കവിയല്ലാത്ത ഞാൻ 25 കവികളെയാണ് കവിതയെക്കുറിച്ച് കവിത ആസ്വദിക്കാനല്ലാതെ കവിത എഴുതുക എന്ന സാഹചര്യത്തിൽ ഞാൻ എഴുതുന്നുണ്ട്. അതിന് കാരണം ഒരർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തന സംബന്ധവും ഒരു പോയിന്റ് കിട്ടിയാൽ അത് വിപുലീകരിച്ച് വിശദീകരിച്ച് അധ്യാപകനെ പോലെ പറയാറുണ്ട്. അപ്പോൾ അത് വിശദീകരിക്കുമ്പോൾ ആവർത്തന വിരസത ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വിശദീകരിച്ചേ പറ്റൂ. ആളുകൾ തലയിൽ കയറ്റണമെന്ന്. കവിത അതല്ല. വലിയ വലിയ ആശയങ്ങൾ വിശദീകരിക്കേണ്ട 1 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ വിശദീകരിക്കേണ്ട ആശയങ്ങൾ ചുരുക്കി കാച്ചിക്കുറുക്കി എടുത്ത് വരികളിൽ വാക്കുകളിൽ പദങ്ങളിൽ ഒതുക്കി ക്രിസ്റ്റൽ ക്ലിയർ ആക്കുക എന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഈ കവിതകൾ കാലം തെരഞ്ഞിരിക്കുന്നത്. ഞാനെത്രയോ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗം വായുവിൽ പോവുകയാണ്. ടിവിയിൽ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു ധാരാളം പ്രതികരിച്ചിട്ടുണ്ട്. അതെല്ലാം ശൂന്യതയിൽ പോവുകയാണ്. ഇപ്പോൾ 4 കവിത എഴുതിയാൽ അത് അവിടെ കിടക്കും. കാരണം കവിത്വം എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ നിമിഷ കവികളാണ്. നിമിഷ കവികളാണെങ്കിൽ പോലും എല്ലാ കവികളും ഒരാശയം മനസ്സിലിട്ടിങ്ങനെ മനനം ചെയ്ത് ഈ പാലാഴി മന്ത്രത്തിൽ കടഞ്ഞെടുക്കുന്നത് പോലെ തന്നെ മനസ്സിൽ കടഞ്ഞെടുത്താണ് കവിതകൾ രൂപപ്പെടുന്നത്. അത്തരം കവിതകളാണ് പലപ്പോഴും തലമുറകൾ അല്ലെങ്കിൽ മന്വന്തരങ്ങൾ നിൽക്കുന്നത്. മന്വന്തരങ്ങൾ വാക്കുവരാക്കാത്ത പ്രപഞ്ചമുണ്ടാക്കിയ കാലം കൊണ്ട് തന്നെ കവിതകൾ പ്രകൃതിയുടെ താളം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ താളം എന്ന് പറയുന്നത് കവിതയാണ്. എല്ലാ വ്യവഹാരങ്ങളുടെ അടിസ്ഥാനം കവിത്വമാണ്. ആദ്യം നായാട്ടയുഗത്തിൽ മനുഷ്യന് ഭാഷയുണ്ടായിരുന്നു. മൃഗങ്ങളെപ്പോലെ ഒരു പ്രത്യേക ഭാഷ വേണമെങ്കിൽ അത് ആംഗ്യഭാഷ എന്ന് പറയാം. കാരണം ആ മനുഷ്യൻ്റെ കൈയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് മുഖത്ത് നവരസങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ശേഷിയുള്ളതുകൊണ്ട് ഭാവങ്ങളുള്ളതുകൊണ്ടൊക്കെ ഭാവചലനങ്ങൾ കൊണ്ട് ഭാവരൂപാധികൾ കൊണ്ട് ആ ആംഗ്യങ്ങൾ കൊണ്ട് ആശയത്തിന് നിർത്താമായിരുന്നു. അതേസമയം പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം ഭാഷയുണ്ട്. അത് അവർക്ക് മനസ്സിലാവും. പക്ഷെ നമ്മുടെ മനുഷ്യനെന്ന് പറയുന്നത് ഭാഷ എന്ന് പറയുന്നത് കണ്ടെത്തുന്നത് സംസ്കാര സമ്പന്നമായ ശേഷം. അതിനു മുമ്പ് വരെ ഭാഷയുണ്ടായിരുന്നു. ആശയ സമ്മാനത്തിന് വേണ്ടി ഓരോ പ്രദേശത്തും ഇപ്പോഴും നമുക്ക് വിശ്വഭാഷ എന്ന് പറയാൻ ഒരു ഭാഷയില്ല. ഇംഗ്ലീഷാണ് ഭാഷ നമ്മളൊക്കെ കരുതെങ്കിലും ബ്രിട്ടീഷ് കൊളോണിയൽ പാരമ്പര്യത്തിൽ ഉൾക്കൊണ്ട രാജ്യങ്ങൾ മാത്രമേ ഇപ്പോഴും ഇംഗ്ലീഷ് പാരമ്പര്യത്തിൽ. പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും അതത് രാജ്യത്തെ ഭാഷകൾ തന്നെയാണ് വരുന്നത്. കേരളത്തിൽ ഇന്ത്യയിൽ എത്രയോ ഭാഷകളുണ്ട്. ഭാഷാ സംസ്ഥാനങ്ങളുണ്ടായ ഒരു രാജ്യമാണ് നാടാണ്. മലയാള ഭാഷയും തമിഴ്നാടും കർണാടകവും ഒക്കെ പറയുന്നത് ആ ഭാഷ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്. അപ്പം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് ഭാഷയാണ്. ആ ഭാഷ ഉണ്ടാകുന്ന കാലത്ത് അക്ഷരങ്ങളും അക്കങ്ങളും വരുന്നതിന് മുമ്പാണ്. ഭാഷ എന്ന് പറയുന്നത് വാമൊഴിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. വരവഴി വന്നപ്പോൾ ഈ ഭാഷ എഴുതാനും ആദ്യം പറയുന്ന ഓലകളിലും അല്ലെങ്കിൽ മറോലകളിലൊക്കെ എഴുതി പിന്നീട് അച്ചടി യന്ത്രം വന്നപ്പോൾ അച്ചടി ശാലകളിൽ നിന്ന് പുസ്തകമായി രൂപപ്പെടുകയും. ഇത് വാമൊഴിയും വരമൊഴിയും എല്ലാം കഴിഞ്ഞ് ബിംബവിദ്യയാണ്. ബിംബവിദ്യ എന്ന് പറഞ്ഞു വന്നതോടുകൂടി ആദ്യം അത് ടെലിവിഷൻ സ്ക്രീനായിരുന്നെങ്കിൽ അല്ല, നമ്മുടെ എല്ലാം കൈകളിൽ ഇപ്പോൾ ഇരിക്കുന്ന സാധനം തന്നെയാണ് ബിംബവിദ്യയുടെ ഏറ്റവും വലിയ അസുഖം. അതിലൂടെ പ്രവഹിക്കുന്നത് നമ്മുടെ ആശയവിനിമയത്തിൻ്റെ ഏറ്റവും വലിയ ഉപാധികളായി മാറുകയാണ്. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ലോകവലോകം. അപ്പോൾ നമുക്ക് ആശയ സംവേദനത്തിന് വേണ്ടി ഇങ്ങനെ, പക്ഷെ അവിടെയെല്ലാം ഭാഷ വേണമല്ലോ. ഭാഷയില്ലാതെ ഒരു ആശയവിനിമയം നടക്കില്ല. അക്ഷരങ്ങളും അക്കവും ഇല്ലാതെ ലോകത്തൊരു വ്യവഹാരവും നടക്കില്ല. അപ്പോൾ ഭാഷയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ ആ ഭാഷയിൽ തന്നെ ചില വ്യത്യാസങ്ങൾ നമ്മൾ പണ്ടുപോലെ കണ്ടെത്തിയിട്ടുണ്ട്. അത് വരവഴി വന്ന കാലം മുതലാണ് ഈ ഭാഷയിൽ വ്യത്യാസം ഗദ്യമെന്നും പദ്യമെന്നും ചേർത്തത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് പദ്യമാണ്, ഇത് ഗദ്യമാണെന്ന് പഠിപ്പിക്കും. കവിത എന്ന് പറയുന്നത് പദ്യത്തിൻ്റെ ഗണത്തിലാണ്. ഗദ്യം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ കവിതയും പദ്യവും ഗദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വരുമ്പോൾ തോന്നി.
സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പത്രഭാഷ ഗദ്യമാണ്. ആ ഗദ്യഭാഷ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസാര ഭാഷ തന്നെ വേറെ രൂപത്തിൽ ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഭാഷയാണ്. അതേസമയം കവിതയല്ല. കവിത എന്ന് പറയുമ്പോൾ താളമുണ്ട്. ആ താളം എന്ന് പറയുന്നത് നമ്മൾ ഭാഷാ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ ഭാഷാ വിശാരദന്മാരോ അതിന് വൃത്തമെന്നും ഓരോ കവിതയ്ക്കും പ്രത്യേക വൃത്തവും താളവും ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വൃത്തം വേണ്ട എന്നായി. വൃത്തം വേണ്ട എന്ന് പറയുന്നത് അർത്ഥം, വൃത്തം വേണം എന്ന് പറയുന്നത് അർത്ഥമൊന്നുമില്ല. പക്ഷേ വൃത്തം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ പദ്യമാണ്. ആ ഗദ്യവും പദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കവിത എന്ന് പറയുമ്പോൾ അത് മനസ്സിൽ തന്നെ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു താളം അനുഭവം ചെയ്യും. ആ താളം എന്ന് പറയുന്നത് സംഗീതാത്മകമാണ്. പ്രകൃതിയുടെ മുഴുവൻ എല്ലാത്തിനും സംഗീതമുണ്ട്. കാരണം ഒരു അപകട സൂചന വരുമ്പോൾ പലപ്പോഴും കാട്ടിൽ തീ വന്നാൽ കർഷകർ ചിലയ്ക്കും. പക്ഷിയുടെ ഭാഷയാണ്. ആ ഭാഷയിൽ തന്നെ സംഗീതാത്മകമായി പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ അപകടമുണ്ടെങ്കിൽ പറയും, സന്തോഷിക്കുകയാണെങ്കിൽ അതിന് പിന്നെ സ്വരങ്ങളുണ്ട്. പക്ഷിശാസ്ത്രജ്ഞന്മാർ പക്ഷികളുടെ സ്വരം പറഞ്ഞിട്ട് അത് ഓരോതരം വികാരങ്ങളാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഭാഷ എന്ന് പറയുന്ന ഇതിന് ഒരു വൈകാരിക രൂപമാണ് കവിത. ആ വൈകാരിക രൂപം തന്നെയാണ് സംസ്കാരം ഉണ്ടാക്കുന്നത്. നേരത്തെ ശ്രീ ബാലചന്ദ്രൻ പറഞ്ഞത് സംസ്കാരത്തെ കുറിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തിലെ ആളുകൾ അംഗീകരിക്കുന്ന കാര്യമാണ്. അംഗീകരിക്കുന്നത് ചരിത്രം നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയക്കാരൊന്നുമല്ല. രാഷ്ട്രീയക്കാരിൽ അധികാരം ഇരിക്കുമ്പോൾ മാത്രമേ വിലയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ആക്രമണം നടത്തുന്ന യുദ്ധന്മാരെയൊക്കെ ചരിത്രത്തിൽ ഓർമ്മിക്കുന്നു. യുദ്ധന്മാരല്ലാത്ത അവർ ചരിത്രത്തിലില്ല. ഹിറ്റ്ലർ മുസോളിനി പറഞ്ഞാൽ സ്റ്റാലിൻ പറഞ്ഞ ചരിത്രമാണ്. അവർ ദ്രോഹം ചെയ്യുന്നതാണ്. നന്മ ചെയ്ത ആളുകൾ വളരെ കുറവാണ്. വേണമെങ്കിൽ അക്ബറെന്നോ അശോകനെന്നോ ഒരു 3 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പോകും. പക്ഷേ കാലത്ത് അതിജീവിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും കവികളും. ശാസ്ത്രജ്ഞന്മാർ ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞാലും ന്യൂട്ടൺ എന്ന് പറഞ്ഞാലും ആർക്കിമിഡീസ് എന്ന് പറഞ്ഞാലും നമുക്ക് അവരെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഇന്ത്യക്കാരനാണെങ്കിൽ സി വി രാമൻ, നമ്മുടെ ഹോമി ബാബ അല്ലെങ്കിൽ വിക്രം സാരാഭായ്. ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നത് കാലത്ത് അതിജീവിക്കുന്നവരാണ്. കാരണം അവർ കണ്ടുപിടിച്ചവരാണ്. അവരെ ആ കണ്ടുപിടുത്തത്തെ ഒരാളെ വെച്ച് പരിഹരിക്കാൻ പറ്റില്ല. നമുക്ക് മുഖ്യമന്ത്രിമാർ വരാറുണ്ട്. 12 പേരും ഒരു മുഖ്യമന്ത്രിയിലേക്ക് വേറെ മുഖ്യമന്ത്രി. കാലം കഴിയുമ്പോൾ ഈ മുഖ്യമന്ത്രികളിൽ ആരൊക്കെ ആയിരുന്നു എന്നൊന്നും ചരിത്രത്തിൽ കൊണ്ട് കാണുന്നു. ചരിത്രം എഴുതുന്നതോ മാത്രമേ ഓർക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലും ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാർക്കാണ് എപ്പോഴും ലോകത്തിന്റെ ജലത്തിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തിയവരാണ് ശാസ്ത്രജ്ഞന്മാർ. പക്ഷേ പ്രപഞ്ചത്തിന്റെ സംസ്കാരം മാറ്റിമറിച്ചവരാണ് കവികൾ. അതാണ് കാണുന്നത്. നമ്മൾ ഇപ്പം ഏത് രാജ്യത്താണെങ്കിലും, ഇപ്പം ഗ്രീക്കിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ അവിടെ സംസ്കാരം സൃഷ്ടിച്ചവരാണെന്ന് പറയുമ്പോൾ അവിടെ ആദ്യം മുൻഗണനയിൽ വരുന്ന കവികളാണ്. ആധുനിക കാലഘട്ടത്തിൽ മാത്രമല്ല, പഴയ കാലഘട്ടത്തിൽ നമുക്കറിയാം. നമ്മുടെ ഇന്ത്യയുടെ പുരാണമനുസരിച്ചാണെങ്കിൽ, ഇന്ത്യയുടെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഉണ്ടാക്കിയത് കവിത നിലയിലാണ്. വ്യാസനും കാളിദാസനും വാൽമീകിയും ഒക്കെ കവികളാണ്. അവർ കവിത്വത്തിന്റെ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. രാമായണവും ഭാരതവും മഹാഭാരതവും എഴുതിയിട്ടുള്ളതും കവിതയായിട്ടാണ്. കവിതയായി എഴുതിക്കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ അത് നിൽക്കുമോ? ബൈബിളിൽ തന്നെ എഴുതിയിട്ടുള്ളത് വലിയ ആളുകളൊന്നും അല്ലെങ്കിൽ പോലും ആ എഴുതിയ ഭാഷയ്ക്ക് ഹ്യൂമൻ ഭാഷയിൽ ഒരു സംഗീതമുണ്ട്, ഒരു താളമുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ സുഭാഷിതങ്ങൾ എന്നൊക്കെ പറയുന്നതും സങ്കീർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത് കവിതയായ ആളുകൾ ഇങ്ങനെ കേൾക്കുന്നത്. ഖുറാനിൽ പറയുന്ന മഹത്വജനങ്ങൾക്ക് ഒരു സംഗീതമുണ്ട്, ഒരു താളമുണ്ട്. അപ്പോൾ കാലത്തെ അതിജീവിച്ചിരിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളും, പൗരാണികമായ ഗ്രന്ഥങ്ങളും ഒക്കെ ഈ പറയുന്ന പ്രകൃതിയുടെ താളത്തിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭാഷയ്ക്കൊരു താളമുണ്ട്. പക്ഷെ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ബാലചന്ദ്രൻ പറഞ്ഞത്. സംസ്കാരത്തെ കുറിച്ചാണ്. കാരണം ഏത് കാലഘട്ടത്തിൽ സംസ്കാരം മാറ്റിമറിച്ചു, സാംസ്കാരിക ജീർണതയ്ക്കെതിരെ പ്രതികരിക്കുന്നത് കവികൾ. നമുക്കെല്ലാം അറിയാം. ഇന്ത്യയുടെ കാലത്ത് നിന്ന് നോക്കും. ഇന്ത്യയുടെ കാലത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട. പല കാലത്തേക്ക് പോകുന്നില്ല. പല കാലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വളരെ സമയം പോകും. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് എടുക്കാം. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എടുത്താൽ മഹാത്മാഗാന്ധി ആണ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നായകൻ. ഒരു 10-100 കോൺഗ്രസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. അതിൽ എത്ര പേര് നമ്മൾ സ്മരിക്കുന്നു? സ്വാതന്ത്ര്യ സമരം മുമ്പ് ധാരാളം ആൾക്ക് ജവഹർലാൽ നെഹ്റുവും മോത്തിലാൽ നെഹ്റുവും നേതാജി സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ഓർക്കുന്നുണ്ടാവാം. പക്ഷേ ദേശീയ സമരത്തിന്റെ ചരിത്രത്തിൽ നോക്കുമ്പോൾ
അവിടെയെല്ലാം ജ്വലിച്ചു നിൽക്കുന്നവരാരാണ്? ബങ്കിം ചാത്തർജിയാണ്. ബങ്കിം ചാത്തർജിയുടെ വന്ദേ മാതരം എന്ന ഗാനം എന്ന് പറയാൻ പറ്റില്ല, അത് കവിതയാണ്. സത്യം പറഞ്ഞാൽ ആ കവിതയെ എപ്പോഴും നമ്മൾ ആധുനിക ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ബഹുമാൻ. വന്ദേ മാതരം എന്ന് പറയുന്ന ആ കവിതയ്ക്ക് ഒരു താളമുണ്ട്. ആ താളത്തെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അതാണ് കവിതയാക്കുന്നത്. അതേസമയം വന്ദേ മാതരം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അലവറയുടെ സംഗീതം വരുമ്പോൾ അത് കവിതയല്ലാതാകും. അത് നമ്മുടെ നാട്ടിലെ ഒരു സിനിമാ ഗാനമായി മാറി. അപ്പോൾ ഇന്നും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കോൺഗ്രസ് കമ്മിറ്റി അംഗീകരിച്ച ഒരു ദേശഭക്തി ഗാനം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിലുള്ളത് വന്ദേ മാതരമാണ്. വന്ദേ മാതരം എന്ന് പറയുന്നത് നമ്മുടെ ദേശാഭിമാന പ്രചോദിതമായി ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയത് ഈ ഗാനമാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു ദേശീയ സങ്കല്പമില്ല. ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് വളർത്തിയെടുത്തത് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് വളർത്തിയെടുത്തത് ഈ കവികളാണ്. മുഹമ്മദ് ഇക്ബാൽ, ഞാൻ പറഞ്ഞ വന്ദേ മാതരത്തെ പറഞ്ഞു, മുഹമ്മദ് ഇക്ബാൽ സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. ഇന്നിപ്പോ ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ ഹിന്ദു രാഷ്ട്രം സങ്കല്പം മുസ്ലിമാണ്. പിന്നീട് അദ്ദേഹം ഗുരുരാഷ്ട്രവാദം ഇന്ത്യയുടെ കൂടെ പോയി. ഇന്ത്യ വിഭജിക്കണം, പുണ്യഭൂമി എന്ന പാകിസ്ഥാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന കവിത തന്നെയാണ് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവിത. ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെ കുറിച്ചാണ് പലരും തെറ്റിദ്ധരിക്കും. അല്ല, നമ്മളിപ്പോഴും പ്രസംഗം ഞാൻ തന്നെ പ്രസംഗം അവസാനിക്കും പറഞ്ഞ് ജയിക്കുന്നു. അവിടെ ഹിന്ദു രാജ്യം എന്ന് പറയും രാജ്യത്തെ കുറിച്ചുള്ള പ്രതീകമാണ്. സിന്ധുഗംഗാ സംസ്കാരം എന്ന് പറയുമ്പോൾ സിന്ധുമണി സംസ്കാരത്തിൽ നിന്നാണ് ഇന്ത്യ ഉണ്ടാകുന്നത്, ഇൻഡസ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. നമ്മുടെ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ അങ്ങ് പോയപ്പോൾ അവിടെ നിന്നും ഇന്ദിരാഗാന്ധിയോട് ടെലിഫോണിൽ സംസാരിച്ചു. അവിടെ നിന്ന് ശൂന്യാകാശത്തിൽ. അപ്പോൾ രാകേഷ് ശർമ്മ ഇന്ദിരാഗാന്ധി പറഞ്ഞ വരികൾ എന്താണ്? സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. അതായിരുന്നു. അപ്പോൾ നമുക്ക് സന്ദേശം കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭവം എന്താ? ഇന്ത്യൻ ദേശീയതയുടെ പറഞ്ഞാൽ നിൽക്കുന്നത് ആ ഗാനങ്ങളിലാണ്. സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. അതുപോലെ തന്നെ ജനഗണമന, അതിനായക ജയഹേ എന്ന് പറയുന്നത്. അതിനകത്ത് സിന്ധു ഇന്ത്യനെ കുറിച്ച്, ഹിമാചലിനെ കുറിച്ച്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല എല്ലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തെ കുറിച്ചുള്ള ഒന്നാണ്. അത് നമ്മുടെ ദേശഭക്തി ഗാനമായി, പ്രാർത്ഥന ഗാനമായി ഉപയോഗിക്കും. അതായത് ജനഗണമന എന്ന് പറഞ്ഞാൽ അതിനായകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപഞ്ച ശില്പിയെ കുറിച്ചാണ്, ഏതൊരു പ്രത്യേക ദൈവത്തെ കുറിച്ചല്ല. ഭാരതം എന്ന് പറയുന്ന അമ്മ എന്ന് പറയുന്നത് ഒരു പ്രപഞ്ചത്തിന്റെ സത്യത്തിന്റെ ഭാഗമാണ്. അതിനെ ആരാധിക്കുന്ന ഒരു പൂജാ ഗാനമാണ് ദേശീയ ഗാനം, നമ്മുടെ ദേശീയ ഗാനം ജനഗണമന. അപ്പം അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കവിതകളാണ്. കേരളത്തിൽ തന്നെ എടുക്കാം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ സാമൂഹ്യത്വം സൃഷ്ടിച്ചത് ശ്രീനാരായണ ഒരുപാട് നവോത്ഥാന നായകനെങ്കിലും നമുക്കറിയാം മുദ്രാവാക്യമല്ല ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞാൽ ഒരു കവിതയുടെ അടർത്തിയെടുത്ത ഭാഗമാണ്. മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറയുന്നതും ഒരു കവിതയുടെ ഭാഗമാണ്. സ്വതന്ത്രധ്യാനം തന്നെ എല്ലാവരും വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന് പറയുന്നത് കവിതയുടെ ഭാഗമാണ്. അത് യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഒരു നല്ല കവിയായിരുന്നു. ആ കവിയുടെ മനസ്സ് എന്ന് പറയുന്നതനുസരിച്ചാണ് അതെല്ലാം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ചുരുക്കി പറഞ്ഞതുകൊണ്ടാണ് അത് ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. കുമാരനാശാൻ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമാണ്. മാറ്റവിൻ ചട്ടങ്ങളെ അത് മാറ്റവിൻ ചട്ടങ്ങളെ എന്ന് പറയുന്ന ആ അർത്ഥവാക്യം തന്നെ നേരത്തെ ശ്രീ ബാലചന്ദ്രൻ പറഞ്ഞ ഒരു സാമൂഹ്യ വിപ്ലവത്തിന്റെ, ഒരു സാമൂഹ്യ മാറ്റത്തിന്റെ ധ്വനിയാണ്. അപ്പൊ അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പറയാൻ നമുക്കുണ്ടാകും. അവിടെയാണ് നമ്മൾ കവിയുടെ മഹത്വം കാണുന്നത്. കവിത എന്ന് പറയുന്നത് ഇപ്പം ഷേക്സ്പിയർ അല്ല വേർഡ്സ്വർത്തും കീറ്റ്സും ഒക്കെ പ്രകൃതിയുടെ കവിതകളാണ്. പ്രകൃതിയുടെ കവിത എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്ന് പറയുന്ന സത്യത്തെ ആരാധിക്കുന്ന തുല്യമായ കവിതകളാണ്. അതേസമയം നമ്മുടെ എല്ലാ കവികളും അടങ്ങുമ്പോൾ ആ കവിതകളിലെല്ലാം ഒരു സാരാംശം എന്ന് പറഞ്ഞാൽ സാംസ്കാരിക മാറ്റമാണ്. ലോകത്തിന്റെ അനാചാരങ്ങളും സാംസ്കാരികമായ അധപ്പതനങ്ങളും വീഴ്ന്നതുകളും എല്ലാം മാറ്റാൻ എപ്പോഴും തിലച്ചിട്ടുള്ളത് കവികളാണ്. കവികൾ തിലച്ചതുകൊണ്ടാണ് ഇവിടെ തന്നെ നമുക്കറിയാം, വലിയ കാര്യമൊന്നും വേണ്ട, പ്രകൃതി സംരക്ഷണം, പ്രകൃതിയെക്കുറിച്ച് അവബോധം ഉണ്ടാക്കിയത് നമുക്കറിയാം. വികസനത്തിന്റെ ത്വരയിൽ നമ്മളെല്ലാം സൈലന്റ് വാലി ഉൾപ്പെടെ
നമ്മുടെ കാടെല്ലാം എഴുത്തള്ളി അങ്ങനെ വൻകിട പദ്ധതികൾക്ക് വേണ്ടി പോയപ്പോൾ പരിസ്ഥിതി സ്നേഹിക്കണമെന്നൊരു ബോധം ഉണ്ടാക്കി തരാം എം വി കൃഷ്ണവാര്യരും സുഗതകുമാരിയും കവികളാണ്. അവരുടെ സന്ദേശമാണ് നമ്മുടെ നാട്ടിൽ. ഇന്നിപ്പോൾ അവരെപ്പോലുള്ള ആളുകളില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഇവിടുത്തെ കാടുവെല്ലാം കാണുമായിരുന്നു. ഇവിടെ മുഴുവൻ എന്താകുമായിരുന്നു? പൊട്ടന്റെ കോൺക്രീറ്റ് കാടായിരുന്നു. പ്രകൃതി തലകുത്തി മറിയുമായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് കാട്ടിൽ അപകടം ഉണ്ടാകുമ്പോൾ കിളികൾ ചിലയ്ക്കുന്നത് പോലെ കവികൾ ചിലച്ചത് കൊണ്ടാണ് ഇന്ന് മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ നമ്മുടെ സംസ്കാരം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കവിത നിൽക്കണം. കവിത ഇഷ്ടം കവിതയുടെ കൂമ്പടഞ്ഞു പോയി എന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലും കവിതയുടെ കൂമ്പടയില്ല. കവിതയുടെ കൂമ്പടഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂമ്പടഞ്ഞു പോയിരുന്ന മനുഷ്യന്റെ കൂമ്പടഞ്ഞു പോയിരുന്ന. അതുകൊണ്ട് കവിതയുടെ കൂമ്പടയുന്ന പ്രശ്നമേ പിടിക്കുന്നില്ല. പിന്നെ കവിതയുടെ മൂല്യത്തെ കുറിച്ചാണ്. ആ കവിതയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ കവിതയുടെ മൂല്യം കുറച്ചത് സിനിമാ ഗാനങ്ങളാണെന്ന് എൻ്റെ ഇഷ്ടം. ആദ്യകാലത്ത് സിനിമാ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ മനോഹരമായ കവിതകളാണ്. ഇപ്പോൾ വയലാറിൻ്റെ കവിതയുടെ ഗാനങ്ങൾ ശ്രീകുമാരൻ നമ്പിയായാലും ONV ആയാലും പി ഭാസ്കരനാണെങ്കിലും ആദ്യകാലത്തുണ്ടായിരുന്ന എല്ലാവരുടെയും ഇടയും ഗാനം എന്ന് പറയുന്നത് സംഗീതാത്മകമാകുമ്പോഴാണ്, സംഗീതം കൊടുത്തു വരുമ്പോഴാണ് ഗാനമാകുന്നത്. അന്ന് എല്ലാ കവിതകളാണ്. ആ കവിതകൾക്ക് ഒത്താണ് ദേവരാജനും ബാബുരാജും ഒക്കെ കൊടുത്തത്. ഇപ്പം അങ്ങനെയല്ല, ചെരുപ്പിനെ കുറിച്ച് വാദം മുറിക്കുന്ന പോലെയാണ്. ഇവിടെ പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഇവിടെ സംഗീതജ്ഞന്മാരെന്ന് പറഞ്ഞാൽ വന്ന് ഹാർമോണിയം അല്ലെങ്കിൽ ഇപ്പൊ ഹാർമോണിയൊക്കെ പോയി, ഇപ്പം മറ്റേ ഇലക്ട്രോണിക് ഉപകരണമാണ് കീബോർഡിലൊക്കെ താളം പിടിക്കും. ആ താളം പിടിക്കുന്നതനുസരിച്ച് കവിയിൽ നെടിക്കണം. അപ്പോൾ കവിത വരുന്നത് കവിതയല്ല, അതിന്റെ താളത്തിൽ കുറെ പദങ്ങൾ തിരിച്ചു മറിക്കുന്നു. അപ്പൊ അർത്ഥമില്ലാതാവും. അപ്പൊ അർത്ഥമില്ലാത്ത വരികൾ കൊണ്ട് കവിത എഴുതുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സിനിമാ താരങ്ങൾ പോയത്. അതുകൊണ്ടാണ് നമ്മുടെ ജിമിക്കി കമൽ കണ്ടോണ്ട് പോയി എന്നൊക്കെ പറയുന്ന കവി വരുന്നത്. കാരണം ആ ട്യൂണിനനുസരിച്ച് അതേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് കവിതയുടെ മൂല്യം ഇടിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ സിനിമാ ഗാനങ്ങൾ നോക്കി. അപ്പൊ അതുകൊണ്ട് നല്ല കവിതകൾ നിങ്ങൾ ആരെങ്കിലും എഴുതി കൊടുത്താൽ സിനിമാ ഗാനമാക്കും. ബാക്കിയില്ലല്ലോ. അവർക്ക് വേണ്ടത് അവരുടെ ട്യൂണിനനുസരിച്ചുള്ള ചില പദപ്രയോഗങ്ങളാണ്. കവിതയല്ല വേണ്ടത്, പദപ്രയോഗങ്ങളാണ്. ആ പദപ്രയോഗം ലയിക്കുന്നവർക്ക് മാത്രമേ നല്ല ഗാനരചയിതാക്കാവാൻ പറ്റൂ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സിനിമകൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കവിതകൾ ബൊമ്മു പറയുന്നതാണ് ശരി. സിനിമാ ഗാനങ്ങൾ എന്ന് പറയുന്ന വികലമായ ഗാനങ്ങൾ ഉണ്ടാക്കി കവിത്വം ഉണ്ടായിരുന്ന കവികളെല്ലാം കൊണ്ടുപോകും. ഇന്നിപ്പോൾ കാലം മാറിയപ്പോൾ ഇന്റർനെറ്റ് യുഗമല്ലേ, ഇതനുസരിച്ചുള്ള കവിതകൾ വേണം. അതുകൊണ്ട് യഥാർത്ഥ കവിത്വമുള്ള കവിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഭാഷ മാത്രമല്ല, ഭാവനയുണ്ട്, പ്രതിഭയുണ്ട്. ഭാവന എന്ന് പറഞ്ഞാൽ പ്രതിഭ ഉണ്ടാവില്ല. ഭാവനാത്മകമായ വരികൾ എഴുതുമ്പോൾ ആ പ്രതിഭാവിലാസമുള്ള ആളുകൾക്ക് മാത്രമേ അതിൻ്റെ അർത്ഥം അല്ല അതിൻ്റെ ശക്തി അന്തശക്തി ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ അന്തശക്തിയുള്ള അർത്ഥഭംഗിയുള്ള കവിതകൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം കവിതകൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലുള്ള പല വിഷലിപ്തമായ, നേരത്തെ ശ്രീ ബാലേന്ദ്രൻ പറഞ്ഞ വിഷലിപ്തമായ, നമുക്ക് ഇന്ന് ധാരാളം അപകടമുണ്ട്. നേരത്തെ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞു. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്ര തത്വത്തിലല്ല, ഈ രാജ്യസ്നേഹത്തിന്റെ കവിതയാണ്. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്, ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു സംസ്കാര വ്യത്യാസമാണ്. ആളുകളുടെ ധാരണ എന്നത് ഒരു പ്രത്യേക മതമാണ്. അല്ല, ആസിയാൻ ഹിമാചലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവിടെയെല്ലാം ഏതെങ്കിലും ദൈവത്തെക്കുറിച്ചൊന്നും ഹിന്ദുമതം പറയുന്നില്ല. 30 കോടി ദൈവങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാലും പരബ്രഹ്മം എന്ന് പറയുന്ന പ്രപഞ്ചശക്തിയെ കുറിച്ചാണ് പറയുന്നത്. പ്രപഞ്ചശക്തിയാണ് നമ്മുടെ എല്ലാവരും എക്കാലവും ആരാധിച്ചിരുന്നത്. മനുഷ്യനുണ്ടായ കാലം മുതൽ സൂര്യനെയും വരുണനെയും അങ്ങനെ പ്രകൃതിയെ ആരാധിച്ചിരുന്നു, കൃഷ്ണങ്ങളെ ആരാധിച്ചിരുന്നു. പിന്നീട് ആൾദൈവങ്ങൾ വന്നതൊക്കെ ഇപ്പോഴല്ല. പക്ഷേ ഈ പറയുന്ന അമ്പലങ്ങളിലോ വിഗ്രഹാരാധനയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് പ്രതീകങ്ങൾ മാത്രമാണ്. പക്ഷെ ആത്യന്തികമായ പ്രപഞ്ച ശക്തിയെക്കുറിച്ചാണ് എല്ലാത്തിലും പറയുന്നത്. രാമായണത്തിലായാലും മഹാഭാരതത്തിലായാലും ബൈബിളിലായാലും ഖുർആനിലായാലും. പക്ഷേ അതിലേക്ക് വേർതിരിച്ചുകൊണ്ട് ഈ പറയുന്ന യഥാർത്ഥമായ പ്രപഞ്ചത്തിന്റെ ശബ്ദത്തെക്കുറിച്ച്, സത്യമാണ് ദൈവമെന്ന് വിശ്വസിക്കുന്ന ആളാണ്, സ്നേഹമാണ് മതമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ സ്നേഹവും ധർമ്മവും കർമ്മവും എല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു ഇതിനെ കുറിച്ചാണ് എല്ലാ മതങ്ങളും പറയുന്നെങ്കിൽ ആ മതങ്ങളുടെ പേരിൽ ഭ്രാന്തായി അല്ലെങ്കിൽ അന്ധതയായി പരസ്പരം കൊന്നൊടുക്കുന്ന ഭീകരതയായി മാറുന്ന ഒരു ദുരവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനെതിരെയും ശബ്ദിക്കേണ്ടത് ആരാണ്? മാനവികത സന്ദേശം കൊടുക്കേണ്ടത് കവികളാണ്. അവിടെയാണ് കവികളുടെ ശബ്ദം ഇല്ലാതെ പോകുന്നത്. രാഷ്ട്രീയ മലിനീകരണമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ മലിനീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ മതങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നത്. അത്തരം സംഭവങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരും
മതമൈന്യന്മാരും അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന ബിസിനസ്സുകാരുമെല്ലാം കോർപ്പറേറ്റ് വൽക്കരണം നടത്തുമ്പോഴൊക്കെ അതിനെതിരെ ശബ്ദിക്കേണ്ട സംസ്കാരത്തിന്റെ ഉദ്ദീപനത്തിന് വേണ്ടി നടത്തേണ്ട ഉത്തരവാദിത്വം കവികൾക്കാണ്. അതുകൊണ്ട് അത്തരം കവിതകൾ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ശ്രീ ബാലേന്ദ്രൻ പറഞ്ഞ അടിമയായിരുന്നു. ഇവിടെ സംസ്കാര ഭാരതം എന്ന സംഘടന നടത്തുന്ന കാവ്യസദസ്സിൽ നമ്മുടെ സംസ്കാരം, നമുക്ക് മഹനീയമായ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന്റെ പാരമ്പര്യങ്ങളുടെ ബഹിസ്ഫുരണമാണ് നമ്മുടെ കളി. ഇന്ന് ഇന്ത്യയിലുള്ള കവിതകൾ നോക്കിയാൽ ആ കവിതകളിലെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ബഹിസ്ഫുരണമാണ്. ആത്മാവിഷ്കാരമുണ്ട്, ആന്തരാത്മാവുണ്ട്. അത് ജ്വലിപ്പിക്കുന്ന കവിതകൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് പഴയ കാലം മാറി, നായാട്ട് യുഗമോ കാർഷിക യുഗമോ വ്യവസായ യുഗമോ അല്ല, ഹൈടെക് യുഗമാണ്. ആ യുഗത്തിൽ ഉണ്ടാകേണ്ട മാറ്റത്തിനനുസരിച്ച് നമ്മുടെ സംസ്കാരത്തിൽ ഈണതയുണ്ടാവാതെ ഉരുക്കുത്തേൽക്കാതെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭാവിയുടെ യഥാർത്ഥ പിതാമാക്കളായി മാറണമെങ്കിൽ അത് കവികൾക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ ഇത്രയും പറയാനുള്ള കാരണം നിങ്ങളെല്ലാവരും കവികളാണ്. ഞാനൊരു കാവ്യ ആസ്വാദകൻ മാത്രം. അപ്പോൾ നിങ്ങൾ കവിത എഴുതുമ്പോൾ നിങ്ങളുടെയെല്ലാം മനസ്സിൽ ഉണ്ടാകേണ്ടത് ജനപ്രകൃതിയെ മാത്രമല്ല. ജനപ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടുണ്ടാകും, സിനിമാഗാനങ്ങൾക്ക് ജനപ്രകൃതി ഉണ്ടാകും. ഇനി ആ ജനപ്രകൃതി അതിനാ നിൽക്കില്ല. അത് മനസ്സിനെ മതിക്കുന്ന സ്ഥിരം പ്രതിഭാസമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ വീടുറ്റ അർത്ഥഭംഗിയുള്ള കവിതകൾ ഉണ്ടാകണം. അത്തരം അർത്ഥഭംഗിയുള്ള കവിതകൾ സൃഷ്ടിക്കാൻ ഈ കവിസദസ്സിനെ എല്ലാവരും ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ കാവ്യസദസ്സ് ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിക്കുന്നു. നമസ്കാരം.